ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ പലരും ഉഴുന്നുവട, പരിപ്പ് വട, ഉള്ളിവട എന്നീ കാറ്റഗറിയിലുള്ള വടകളായിരിക്കില്ലേ മിക്കവാറും രുചിച്ചറിഞ്ഞിട്ടുണ്ടാവുക. എന്നാൽ ചെമ്മീൻ കൊണ്ട് വട ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. പിന്നെ നിങ്ങൾ ചെമ്മീൻ പൊരിച്ചും കറി വെച്ചും കഴിക്കില്ല, അത് എൻ്റെ ഉറപ്പ്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നമുക്കൊരുവിധം നല്ല വലിപ്പമുള്ള ചെമ്മീനാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചെമ്മീനെ നല്ല ക്ലീനായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ നന്നാക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും തിന്നാൻ കഷ്ടപ്പെടേണ്ടല്ലോ എന്ന സമാധാനത്തിൽ നന്നാക്കുക. പിന്നെ ചെമ്മീൻ നന്നാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ കറുത്ത ഞരമ്പുണ്ട്, അപ്പോൾ അത് നല്ലോണം വലിച്ചു കളയണം. നന്നാക്കി വെച്ച ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് കുത്തിയത്, കുറച്ച് ഉപ്പ് എന്നിവ ചേർത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് കറക്കിയെടുക്കുക. അതിലേക്ക് കുറച്ച് പരിപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പരിപ്പ് കൂടി ചതച്ചെടുക്കുക, നല്ല ക്രിസ്പിനെസ് ഉണ്ടായിരിക്കും. കുറച്ച് നാളികേരം കൂടി ചേർത്തൊന്ന് ചെറുതായിട്ട് ജസ്റ്റ് കറക്കിയെടുക്കുക. ഒരു സവാള എടുത്ത് മീഡിയം സൈസിൽ അരിയുക. സവാള താല്പര്യം കൂടുതലുള്ളവരാണെങ്കിൽ അധികം എടുക്കുക കേട്ടോ. പക്ഷെ ചെമ്മീൻ അധികം ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ സവാളയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അതുപോലെ നാളികേരം മിക്സിയുടെ ജാറിൽ കറക്കണമെന്നില്ല. നമ്മൾ ലാസ്റ്റ് ഇഞ്ചി, പച്ചമുളക് സാധനങ്ങളൊക്കെ കൂടി മിക്സ് ചെയ്യുമ്പോൾ അതിൽ കൂടി മിക്സ് ചെയ്താൽ മതി. സവാള നമ്മൾ അരിഞ്ഞത്, അതുപോലെ ഒരു കഷ്ണം മല്ലിയില, പച്ചമുളക്, നാളികേരം, ഇഞ്ചി, അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഒന്ന് കൈ കൊണ്ട് തന്നെ നമുക്കൊന്ന് ഞെരടി എടുക്കണം. അപ്പോൾ നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരുന്നെല്ലാം കൂടി മിക്സാക്കി എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസുകളാക്കി നമുക്ക് വെളിച്ചെണ്ണയിലിടാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ വടയുടെ ഷേപ്പിലാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ ചെറിയ ബോൾസ് ആയാലും ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ചെറിയ ബോൾസ് ആക്കുമ്പോൾ നമ്മുടെ കൈ നനച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇത് നല്ലോണം കയ്യിൽ ഒട്ടി പിടിക്കും. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ചെറുതായിട്ട് കൈ നനച്ചിട്ട് ഓരോ ഉണ്ടകളായിട്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ചിട്ടിട്ട് വട പൊരിക്കുക, എന്നാലേ വടയുടെ ഉള്ളിൽ വേവുള്ളൂ. അപ്പോൾ നല്ലപോലെ രണ്ട് സൈഡ് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിടിലോസ്കി ചെമ്മീൻ വട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ചാകരൊന്നും ആരും നോക്കി നിൽക്കണ്ട, പൂതി എപ്പോൾ തോന്നുന്നതോ അപ്പോൾ വാങ്ങി ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക്